ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിച്ചൂസ് ഫുഡ് വേൾഡ്. ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിപ്പ് കറിയുടെ റെസിപ്പി കണ്ടാലോ. ഞാനിവിടെ 1 കപ്പ് മസൂർ പരിപ്പാണ് എടുത്തേക്കുന്നത്. ഇതിന് പകരം തോരൻ പരിപ്പ്, അതായത് സാമ്പാർ പരിപ്പ് എടുക്കാവുന്നതാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് കുക്കറിൽ ഒരു 2 വിസിലിന് വേവിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു 2 വിസിൽ അടിച്ചെടുക്കാം. അപ്പോൾ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. വിസിലടിച്ചതിന് ശേഷം പ്രഷറൊക്കെ പെട്ടെന്ന് തന്നെ പോക്കിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇരിക്കും തോറും വെന്ത് പോകാൻ സാധ്യതയുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ ഒരല്പം കടുകും കുറച്ച് ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകിന് പകരം ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ അതിട്ട് കൊടുത്താലും മതിയാവും. ഇനി ആ മുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടട്ടെ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിൽ സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആ സവാളയും മുളകൊക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടട്ടെ. ഇനി കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് എങ്ങനെയാണോ തിക്നെസ് വേണ്ടത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം എനിക്കിത് കറക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഒന്നും കൂടെ കുറുകിയിരുന്നാലാണ് ടേസ്റ്റ് കൂടുക. ഇനി നമുക്കൊരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ 3 മിനിറ്റൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് കുറുകി കിട്ടിയിട്ടുണ്ട്. അവസാനം ഒരല്പം മല്ലിയില വിതറി കൊടുക്കുകയാണ്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ലഞ്ച് കോംബോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചോറിനൊപ്പം ഈ ഒരു കറിയും കൂടെ ഓംലെറ്റോ പപ്പടോ ചമ്മന്തിയോ തൈര് സാലഡോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.